ഒരു തലൈവർ ചിത്രം കേരളത്തിലെത്തുകയും അതിൽ മോഹൻലാലിന്റെ സാന്നിധ്യം ആ തലൈവർ ചിത്രത്തിന് എത്രമാത്രം ഗുണം ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ അതേ ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് ജയിലർ 2. ജയിലർ 2 ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയിലറിന് കേരളത്തിൽ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും നിരവധി പേരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ നിന്നും നിരവധി പേർ. ചിത്രത്തിലെ വില്ലൻ വരെ ഇത്തവണയും മലയാളത്തിൽ നിന്ന് തന്നെയാണ്. സുരാജ് വെഞ്ഞാറമൂടാണ് ജയിലർ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ വില്ലനായി എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ ഭാഗത്തിൽ വിനായകനായിരുന്നെങ്കിൽ ഇത്തവണ സുരാജ് വെഞ്ഞാറമൂടാണെന്നാണ് പറയപ്പെടുന്നത്. സുരാജ് വെഞ്ഞാറമൂടും കോട്ടയം നസീറും കൂടാതെ നിരവധി മലയാള താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കാണാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെ വരവ് തന്നെയാണ്. മോഹൻലാൽ ജയിലർ 2-വിലും ഉണ്ടാകുമെന്ന് നെൽസൺ ദിലീപ് കുമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. മോഹൻലാലിനെ കാണാനായി ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ സെറ്റിലെത്തിയ നെൽസൺ ദിലീപ് കുമാറിനെ നമ്മൾ മറന്നിട്ടില്ല. ഈ ഒരു അവസരത്തിലും നെൽസൺ ദിലീപ് കുമാറിനോട് പല അഭിമുഖങ്ങളിലും മോഹൻലാലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിലേക്ക് എത്താറുണ്ട്. മോഹൻലാലിനോട് ഇനി എന്താണ് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നെൽസൺ ദിലീപ് കുമാർ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു എന്ന കാര്യങ്ങൾ പറയുന്നു. എന്താണ് ചോദിച്ചത്? മോഹൻലാലിനെ വെച്ച് ഒരു ഫുൾ ഓൺ നായക കഥാപാത്രത്തിൽ ഒരു സിനിമ ചെയ്യണം എന്ന കാര്യം. ആ ഒരു ആഗ്രഹം ഞാൻ ലാലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് നെൽസൺ ദിലീപ് കുമാർ പറഞ്ഞിരിക്കുന്നത്. മോഹൻലാലിനെ കാണാൻ സമ്മതിച്ചാൽ ഒരു ഗംഭീര മോഹൻലാൽ നായകനാകുന്ന സിനിമ സാധ്യമാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് സംഭവിക്കട്ടെ എന്നും ആരാധകരും പറയുന്നുണ്ട്. ഇങ്ങനെയൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പറയത്തില്ലേ നെൽസൺ സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ പടം വരണമെന്ന്. അടുത്തിടയ്ക്ക് മോഹൻലാലിനെ ഇതുപോലെയൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. മോഹൻലാലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലുക്കായ മീശ പിരിച്ചുള്ള ലുക്ക് കണ്ടപ്പോൾ മോഹൻലാലിൽ വന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത പ്രേക്ഷകർ നമ്മൾ അടുത്തിടെ കണ്ടു കഴിഞ്ഞു. ഇത് കണ്ടപ്പോഴാണ് പ്രേക്ഷകർ പറഞ്ഞത് ഇതേ ലുക്കിൽ ഒരു ഗംഭീര മാസ് എലമെന്റ് ഉള്ള പടം വരണം, ഇതേ ലുക്കിൽ നെൽസനെങ്ങാണം ഒന്ന് സംവിധാനം ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും കേരളത്തിലേക്ക് ജയിലർ 2 ഒരു ഷെഡ്യൂളുമായി എത്താൻ പോവുകയാണ്. ഒരു ഷെഡ്യൂൾ കൂടി കേരളത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു, പാലക്കാട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ സെറ്റ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളവുമായി ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ജയിലർ 2 മാറുന്നത്. ആദ്യത്തെ ജയിലർ പോലെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നതൊക്കെ വലിയ ചോദ്യമാണ്. എന്നാലും മാത്യു എന്ന മോഹൻലാൽ കഥാപാത്രത്തെ കുറച്ചുകൂടി ഗംഭീരമായി ചെയ്യണമെന്ന റിക്വസ്റ്റ് പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുകയാണ് ജയിലർ 2മായി ബന്ധപ്പെട്ട്. എന്തായാലും ജയിലർ 2-ൽ മോഹൻലാലിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പപ്പ എന്ന ചിത്രത്തിലെ ക്യാമിയോയ്ക്ക് ശേഷം മോഹൻലാൽ ജയിലർ 2-ലേക്കാണ് വരാൻ പോകുന്നത്. എന്നാലും മോഹൻലാലിന്റെ ഡേറ്റുകളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഇതുവരെ. അതിപ്പോൾ ഉടനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെ ഇരിക്കുമ്പോൾ തലൈവറുടെ ജയിലർ 2 വരുന്നതിന് മുമ്പേ തന്നെ കൂലി കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരല്ല. കൂലിയാണെങ്കിൽ ഗംഭീര രീതിയിലാണ് വരാൻ പോകുന്നതും. നിരവധി അപ്ഡേറ്റുകളാണ് കൂലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആക്കം കൂട്ടുന്നതാകട്ടെ സാക്ഷാൽ ലോകേഷ് കനകരാജും. സംവിധായകൻ ലോകേഷ് കനകരാജ് ചില കാര്യങ്ങൾ തലൈവരെ കുറിച്ച് പറയുന്നതൊക്കെ വലിയ രീതിയിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. രജനീകാന്ത് നായകനെത്തുന്ന ലോകേഷ് കനകരാജ് ചിത്രം കൂലിക്ക് ഇപ്പോൾ ഗംഭീര ബുക്കിംഗും ലഭിക്കുകയാണ്. US-ലാണ് മികച്ച ബുക്കിംഗ് ലഭിക്കുന്നത്. റിലീസിന് 20 ദിവസത്തോളം ബാക്കി നിൽക്കെയാണ് രജനിയുടെ തൂക്കിയിടി നടക്കുന്നത്. നോർത്ത് അമേരിക്കയിൽ നിന്നും മാത്രം 180ഓളം ഇടങ്ങളിൽ നിന്നാണ് 10,500 ടിക്കറ്റുകൾ വിറ്റുപോയതെന്നാണ് റിപ്പോർട്ടുകൾ. 434-ന് മുകളിൽ ഷോയിൽ നിന്നുമാണ് ഇത്രയും ബുക്കിംഗുകൾ നടന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് ലൊക്കേഷനുകളിൽ ചിത്രം ബുക്കിംഗ് ആരംഭിക്കാനുള്ള സാഹചര്യത്തിൽ മികച്ച നേട്ടമാണ് ചിത്രം സ്വന്തമാക്കുന്നത്. തമിഴ് വെർഷനൊപ്പം തെലുങ്ക് വെർഷനും നിലവിൽ മികച്ച പ്രീ ബുക്കിംഗ് നേടുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിലുള്ള ഹൈപ്പ് വെച്ച് രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കൂലിയുടെ റിലീസിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. അപ്പോഴാണ് രജനീകാന്ത് തന്റെ ആത്മകഥ എഴുതുന്ന കാര്യങ്ങൾ കൂടി ലോകേഷ് കനകരാജ് വെളിപ്പെടുത്തുന്നത്. കൂലി സിനിമയുടെ സെറ്റിൽ വെച്ച് ഒഴിവു സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിരുന്നു എന്ന് അതാത് കാലഘട്ടത്തിൽ നടന് സംഭവിച്ച കാര്യങ്ങളാണ് എഴുതുന്നതെന്നും ലോകേഷ് പറയുകയുണ്ടായി. തന്നോട് മാത്രം പങ്കിട്ട കാര്യങ്ങളിൽ സന്തോഷമുണ്ടെന്ന് ലോകേഷ് പറയുന്നുണ്ട്. കൂലി സിനിമയുടെ അവസാന 2 ഷെഡ്യൂളുകളിൽ രജനി സാർ തന്റെ ആത്മകഥ എഴുതുന്ന തിരക്കിലായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ഒഴിവു സമയങ്ങളിൽ സെറ്റുകളിൽ വന്ന് എഴുതുമായിരുന്നു. അതാത് കാലഘട്ടങ്ങളിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുമായിരുന്നു. അത് ഞാനല്ലാതെ മറ്റാരുമായി പങ്കിടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതെന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു. മറ്റാരുമായി പങ്കുവെക്കാത്ത കാര്യങ്ങൾ സൂപ്പർ സ്റ്റാർ പങ്കുവച്ചിട്ടുണ്ട്. ആ അനുഭവം എപ്പോഴും എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കും. ആ മനുഷ്യൻ കടന്നുപോയ അനുഭവങ്ങളാണ് അതിൽ നിന്നും ഉൾക്കൊള്ളാനാവുന്നത്. അദ്ദേഹം തരണം ചെയ്ത പ്രതിസന്ധികളാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും അദ്ദേഹവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതുഘടകമെന്നും ലോകേഷ് പറയുന്നുണ്ട്. എന്തായാലും ലോകേഷ് ഒരുക്കുന്ന രജനീകാന്ത് ചിത്രം കാണാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അടുത്ത മാസം 14-ന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് കൂലി. കൂലിക്ക് മുന്നേ താൻ മറ്റൊരു കഥ എഴുതിയിരുന്നുവെന്നും ലോകേഷ് പറയുന്നുണ്ട്. അതിൽ രജനീകാന്ത് വില്ലൻ ആയിരുന്നുവെന്നും ലോകേഷ് പറയുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടത്. കമലഹാസനെ നായകനാക്കി ലോകേഷ് സംവിധാനം ചെയ്ത വിക്രം ആ വർഷത്തെ തമിഴിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. വിക്രത്തിന്റെ വിജയത്തിന് ശേഷം ലോകേഷിനൊപ്പം പ്രവർത്തിക്കാനുള്ള തന്റെ ആഗ്രഹം രജനി ലോകേഷിനെ അറിയിച്ചിരുന്നു. ലോകേഷ് ലിയോയുടെ തിരക്കിലായിരുന്നപ്പോൾ രജനി നെൽസനുമായി ഒന്നിച്ച് ജയിലർ ചെയ്തു. ലിയോ അവസാനിച്ചതിന് ശേഷം ലോകേഷും രജനീകാന്തും കൂടിയിരുന്നു. ഈ ചർച്ചയിലാണ് കൂലി പിറക്കുന്നത്. എന്നാൽ രജനീകാന്തിന് വേണ്ടി ലോകേഷ് എഴുതിയ ആദ്യ സ്ക്രിപ്റ്റ് കൂലി ആയിരുന്നില്ല. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ രജനീകാന്തിനായി മറ്റൊരു കഥ എഴുതിയിട്ടുണ്ടെന്ന് ലോകേഷ് പറഞ്ഞിരുന്നു. രജനീകാന്തിനെ വില്ലനാക്കിക്കൊണ്ടുള്ള കഥയായിരുന്നു അത്. രജനീകാന്തിനെ വില്ലനാക്കിയും മറ്റൊരാളെ നായകനാക്കിയുമായിരുന്നു ആ കഥ ഒരുക്കിയത്. വളരെ ഗംഭീരമായ ഒരു ഫാന്റസി കഥയായിരുന്നു അത്. പക്ഷേ ആ കഥയ്ക്ക് ഏകദേശം 2 വർഷത്തെ നിർമ്മാണ ജോലികൾ ആവശ്യമുണ്ട്. രജനീകാന്ത് തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ 2 വർഷം ആ കഥയ്ക്കായി പാഴാക്കാൻ താൻ ആഗ്രഹിക്കുന്നു
ആഗ്രഹിച്ചില്ലെന്നും അതുകൊണ്ടാണ് താൻ കൂലിയുടെ കഥ അദ്ദേഹത്തോട് പറഞ്ഞതെന്നും പറയുകയാണ് ലോകേഷ് കനകരാജ്. അങ്ങനെയും ചില സിനിമകൾ അദ്ദേഹത്തിന്റെ പ്ലാനിലുണ്ട്. ലോകേഷ് ഒരുക്കാൻ പോകുന്ന സിനിമകളുടെ കാര്യങ്ങളൊക്കെ കേട്ടാൽ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇനി എന്തായാലും ലോകേഷിന്റെ LCUമായൊക്കെ കടക്കാൻ പോവുകയാണ്. ആദ്യം വരാൻ പോകുന്നത് കൈദി എന്ന ചിത്രത്തിന്റെ 2ാം പാർട്ട് തന്നെയായിരിക്കും. ഇതിലേക്ക് പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നു എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ.